ഹലോ, സത്തീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്തമായിട്ട് എന്താണ് പരിപാടി എന്നുള്ളതാണല്ലേ. ഈ കാണുന്നത് ഞങ്ങളുടെ സ്വന്തം ഗ്രാമമായ ഉളവയ്പ്പാണ്. ഇന്നിവിടെ ഞങ്ങൾ അത്ത ദിനത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പരിപാടി എന്നല്ലേ നിങ്ങൾക്ക് കാണാം. എല്ലാവരും ചൂണ്ടയുമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഒരു അഖില കേരള ചൂണ്ടയിടൽ മത്സരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പറയാം. ഇത് ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കലിനടുത്താണ് ഉളവയ്പ്പ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടടുത്താണ് ടൂറിസ്റ്റ് പ്രദേശമായ കാക്കത്തുരുത്ത് കാണുന്നത്. വേണമെങ്കിൽ പൂച്ചാക്കലിൽ നിന്നുള്ള കാക്കത്തുരുത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടം കൂടിയാണ് ഉളവയ്പ്പ് എന്ന് നമുക്ക് പറയാം. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. മത്സ്യബന്ധനം തന്നെയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. ധാരാളം ആളുകൾ ഇവിടെ നിത്യേന ടൂറിസ്റ്റ് പ്രദേശമായി വരാറുണ്ട്. നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ഇന്ന് നടക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം. 2026 ഓഗസ്റ്റ് 30 ഈ കൈതപ്പുഴ കായലിൽ ഒരു വലിയ ജലോത്സവം നടക്കുകയാണ്. 9 പേര് തൊട്ടും 15 പേര് വരെ മത്സരിക്കുന്ന ഓടിവള്ളങ്ങളുടെ വള്ളംകളി മത്സരമാണ് കൈതപ്പുഴ കായലിൽ നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് വോയിസ് ഓഫ് ഉളവയ്പ്പ് എന്ന് പറഞ്ഞ ഒരു സംഘടന കുറേയധികം ചെറുപ്പക്കാരും യുവതികളും യുവാക്കളും മറ്റു പ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുകയും അതിന് മുന്നോടിയായിട്ടാണ് ഒരു തുടക്കമെന്ന രീതിയിലാണ് ഒരു അഖില കേരള ചൂണ്ടയിടൽ മത്സരം എന്നൊരു പ്രോഗ്രാം ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇന്നത്തെ ഈ മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുന്നതിന് ആദ്യമായിട്ട് 250 രൂപ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ചൂണ്ടയിടുന്നതിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും തന്നെ നമുക്ക് ഇവിടെ നിന്ന് നൽകുന്നതാണ്. ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് വോയിസ് ഓഫ് ഉളവയ്പ്പ് എന്ന സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മളുടെ ഇവിടുത്തെ തന്നെ മുതിർന്ന ചേട്ടന്മാർ ആണ്. അപ്പോൾ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് ആയിട്ടുള്ള ഒരു ക്യൂ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ആളുകളെല്ലാവരും തന്നെയും വളരെ നേരത്തെ എത്തിയിരുന്നു. എന്നാൽ അത്യാവശ്യം നല്ല വെയിൽ ഉള്ളതുകൊണ്ട് തന്നെ പരിപാടി കുറച്ച് സമയത്തേക്ക് നമ്മൾ മാറ്റിവെച്ചിരുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞ് സാധന സാമഗ്രികളുമായിട്ട് ആളുകൾക്ക് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നത് ഓരോരുത്തരും അവരുടെ സ്ഥലങ്ങൾ വളരെ നേരത്തെ തന്നെ വന്ന് ചൂണ്ടയിടുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം കുറച്ച് ദൂരെയായിട്ടാണ് സ്ഥലം ലഭിച്ചത്. കാരണം ആളുകളെല്ലാവരും തന്നെ വളരെ നേരത്തെ വന്ന് സ്ഥലങ്ങളിലെല്ലാം തന്നെ ചൂണ്ടയിടാനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. ഈ പരിപാടിക്ക് കൊടുക്കുന്ന സമ്മാന തുക എന്ന് പറയുന്നത് 1ാം സമ്മാനം ലഭിക്കുന്ന ആൾക്ക് 10,001 രൂപ, 2ാം സമ്മാനം നേടുന്ന ആൾക്ക് 7,501, 3ാം സമ്മാനം 5,001, 4ാമത് ലഭിക്കുന്ന വ്യക്തിക്ക് 2,501, 5ാം സമ്മാനം 1,001 രൂപയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് കുറച്ച് വടക്കേ അറ്റത്തുള്ള ഭാഗമാണ്. നിർഭാഗ്യവശാൽ മീനൊന്നും തന്നെ ലഭിച്ചില്ല. എങ്കിലും വളരെ സന്തോഷമായിരുന്നു, വളരെ രസകരമായിട്ടായിരുന്നു ഇവിടെയുള്ള ആളുകളെല്ലാവരും ആഘോഷിച്ചത്. അപ്പോൾ നമുക്കിനി ഓഗസ്റ്റ് 30 വള്ളംകളി മത്സരത്തിൽ കാണാം.